BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ന് പെരുന്നാൾ. ആത്മനിർവൃതിയുടെ നല്ല നാളുകളെ ധന്യതയോടെ മടക്കിയയച്ച് മുസ്ലിം സമൂഹം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മാനത്ത് ശവ്വാൽപര ദൃശ്യമായതു മുതൽ ആഘോഷങ്ങളുടെയും ആനന്ദത്തിൻ്റെയും സുഹൃതങ്ങൾ നിറഞ്ഞൊഴുകിയിരുന്നു. സ്വദേശത്തല്ലെങ്കിലും ഒരുങ്ങിയും പെരുന്നാളിന് വരവേൽക്കുന്നതിൽ പ്രവാസികളുടെ ആവേശത്തിന് മാറ്റു കുറയാറില്ല. അതിരുകളില്ലാത്ത സ്നേഹവായ്പകളുടെയും പരസ്പര ആലിംഗനങ്ങളുടെയും മഹത്തായ സന്ദേശവുമായി രാജ്യത്തുടനീളം രാവിലെ തന്നെ ഈദ്ഗാഹുകളും പ്രാർത്ഥനകളും നടന്നു. പെരുന്നാൾ രാവുകളെയും പകലുകളെയും അതിമനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത്. സ്വദേശികളോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെയും പ്രവാസി കുടുംബങ്ങളെയും ആകർഷിപ്പിക്കുന്ന സംഗീത നിശകളും കായിക കലാവിനോദങ്ങളാലും വരും ആഴ്ചകളും സമൃദ്ധമാണ്. മനാമ നൈറ്റ്സിന്റെ വിജയത്തെ തുടർന്ന് ഈദ് ആഘോഷങ്ങളിലും നൈറ്റ്സ് തുടരും. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ തത്സമയ സംഗീത നിശകൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഏപ്രിൽ 4 ബിയോൺ അൽഡാന ആംഫി തിയേറ്ററിൽ നടക്കുന്ന അമർ ദിയാബിന്റെ സംഗീത പരിപാടിയാണ് ഇതിൽ പ്രധാനം. കൂടാതെ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഖലീഫ ബിൻ സൽമാൻ തുറമുഖം വഴി ബഹ്റൈനിലേക്ക് ഇറക്കുമതി ചെയ്ത കാറുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി കണക്കുകൾ. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇറക്കുമതി ചെയ്ത ആകെ വാഹനങ്ങളുടെ എണ്ണം 8497 ആണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25.3% വർധനവാണുണ്ടായത്. 2023 36,875 കാറുകളും 2024 44,216 കാറുകളുമായിരുന്നു ഇറക്കുമതി ചെയ്തത്. 2023 ജനുവരി മുതൽ 2025 ഫെബ്രുവരി വരെ ആകെ 89,588 വാഹനങ്ങളാണ് രാജ്യത്തെത്തിച്ചത്. ഇത് രാജ്യത്തെ കാർ ഇറക്കുമതിക്കുണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നു. ബഹ്റൈൻ തലസ്ഥാന നഗരിയായ മനാമയുടെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈദ്ഗാഹ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബഹ്റൈൻ സുന്നി ഔഖാഫിന്റെ ആഭിമുഖ്യത്തിൽ അൽ ഫുർഖാൻ സെന്ററാണ് ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. മനാമ ഗോൾഡ് സിറ്റിക്ക് മുൻവശമുള്ള മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. രാവിലെ 5:50 ഈദ് നമസ്കാരം. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയതായും വിശാലമായ പാർക്കിംഗ് സംവിധാനമുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. അൽ ഫുർഖാൻ സെന്റർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ഈദ്ഗാഹ് സ്വാഗത സംഘം രൂപീകരിച്ചു. മുഖ്യരക്ഷാധികാരി സൈഫുള്ള ഖാസിം, ചെയർമാൻ അബ്ദുൾ മജീദ് തിരുവത്ത്, ജനറൽ കൺവീനർ മുജീബ് റഹ്മാൻ എടച്ചേരി, കൺവീനർമാർ ഹിഷാം കെ ഹമദ്, ഇല്യാസ് കക്കയ്യ, മുഹമ്മദ് ഷാനിദ്, ആരിഫ് അഹമ്മദ്, കോർഡിനേഷൻ മനാഫ് കബീർ, പബ്ലിസിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് ഷേരി, സാഫി, ആണ്ടാങ് മത്സ്യങ്ങളെ പിടികൂടുന്നതിന് നിരോധനവുമായി സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ ഇത്തരം മത്സ്യങ്ങളെ പിടിക്കരുതെന്നാണ് SCയുടെ ഉത്തരവ്. പ്രജനന കാലമായതിനാലാണ് 2 മാസങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചത്. നിരോധന കാലയളവിൽ അബദ്ധവശാൽ ഈ മത്സ്യങ്ങളെ പിടികൂടിയാൽ ഉടൻ തന്നെ അവയെ കടലിലേക്ക് തിരികെ വിടണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പ്രാദേശിക വിപണികളിൽ ലഭ്യമായ മത്സ്യങ്ങളുടെ അളവും വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടി. നിലവിൽ ചെമ്മീൻ പിടിക്കുന്നതിനും രാജ്യത്ത് നിരോധനം നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി സൽമാനിയ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് വോയിസ് ഓഫ് ആലപ്പി നൈറ്റ് ഡ്രൈവ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ 3ാമത്തെ രക്തദാന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. രാത്രി 7 മുതൽ 11 മണി വരെ നടന്ന ക്യാമ്പിൽ 80-ലധികം രക്തദാതാക്കൾ രക്തദാനം നൽകി. റമദാൻ മാസത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരി കൂടിയായ ഡോക്ടർ PV ചെറിയാൻ നിർവഹിച്ചു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായിരുന്നു. വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിയിൽ, മധുസൂദനൻ പിള്ള, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ രശ്മി അനൂപ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്യാമ്പിന്റെ കോർഡിനേറ്റർ കൂടിയായ ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ നന്ദി അറിയിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ വിവിധ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു.
ബഹ്റൈൻ വളാഞ്ചേരി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മനാമ എമിറേറ്റ്സ് ടവർ എക്സ്പ്രസ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടന്ന സംഗമത്തിൽ അസോസിയേഷൻ മെമ്പർമാരും ബഹ്റൈനിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങ് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ചെമ്പൻ ജലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്ത് നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളും മറ്റുള്ള കൂടിച്ചേരലുകളും നാട്ടിലും മാതൃകയാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതരാഷ്ട്രീയ ഭേദമന്യേ നടത്തുന്ന ഇത്തരം ഒത്തുചേരലുകൾ ഓരോ നാട്ടുകൂട്ടത്തിൻ്റെയും ഉത്തരവാദിത്തവും അനിവാര്യതയുമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അസോസിയേഷൻ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുനീർ ഒറവക്കൊട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വാഗ്മി അബ്ദുറഹീം സഖാഫി റമദാൻ സന്ദേശം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വികസനം 2027 ജൂണിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇന്നലേക്ക് പോയാൽ നിശ്ചയിച്ച സമയത്ത് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി അവലോകന യോഗശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് IT പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. അതിനായി ചില IT സംരംഭകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. 40,000 ചതുരശ്ര മീറ്ററാണ് വികസിപ്പിക്കുന്നത്. ഇതിൽ 10,700 ചതുരശ്ര മീറ്ററിൽ കെട്ടിടം അടക്കം നിർമ്മിച്ചു നൽകും. 27,100 ചതുരശ്ര മീറ്റർ സ്ഥലം നിബന്ധനകളോടെ കൈമാറുകയാണ് ചെയ്യുക. ഇവിടെ ആവശ്യക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാം. യാത്രക്കാരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. പരമാവധി സ്ഥലം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം. ഹോട്ടൽ, ഷോപ്പുകൾ അടക്കമുള്ളവ ഇവിടെ ആരംഭിക്കാനാവും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സമാന്തരവുമായി യാത്രാ സൗകര്യങ്ങളും കൂടുതൽ ട്രെയിനുകളുമെല്ലാം വന്നു ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിൽ മെമു ആവശ്യമുന്നയിച്ചിട്ട് നടപടികളായിട്ടില്ലെന്നും യാത്രക്കാർ വൈകുന്നേര സമയങ്ങളിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും MK രാഘവൻ MP മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റെയിൽവേ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവൃത്തികളും മന്ത്രി നേരിട്ട് വിലയിരുത്തി. DRM അരുൺകുമാർ ചതുർവേദി, ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ ഗോപു ഉണ്ണിത്താൻ, MD-RMA ജയകൃഷ്ണൻ, PK കൃഷ്ണദാസ്, CK ഹരീഷ്, V അജിത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വാർത്തകളോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.